ഒരിക്കൽ സതീദേവിയോടൊപ്പം മഹാദേവൻ തന്റെ കാളയുടെ പുറത്തേറി ഭൂമിയിലെങ്ങും വിനോദാർത്ഥം നടന്നു. അങ്ങനെ അവർ ദണ്ഡകവനത്തിലെത്തി. അവിടെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിച്ച് ശ്രീരാമനും ലക്ഷ്മണനും അലഞ്ഞു തിരിയുന്നത് കണ്ടു. ശ്രീരാമനെ വളരെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ മഹാദേവൻ ശ്രീരാമൻ പോലും അറിയാതെ അദ്ദേഹത്തെ നമിച്ചു. ഇത് കണ്ട് സതീദേവി അത്ഭുതപ്പെട്ടു. ദേവാദിദേവനായ തന്റെ പതി ഒരു മനുഷ്യന്റെ മുന്നിൽ നമിക്കുകയോ? യജമാനൻ ദാസന്റെ മുന്നിൽ മുട്ടുകുത്തുന്നത് ഉചിതമല്ല. അങ്ങ് എന്തിനാണ് ഇരുവരിൽ മൂത്തയാളെ കണ്ടപ്പോൾ ഇങ്ങനെ ഭക്തനെ പോലെ പെരുമാറുന്നത് എന്ന് സതീദേവി തന്റെ അത്ഭുതം അടക്കാനാവാതെ മഹാദേവനോട് ചോദിച്ചു. ഭഗവാൻ ചിരിച്ചു. ഇവർ സൂര്യവംശത്തിലെ ദശരഥപുത്രനായ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. മൂത്തത് രാമൻ. അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. നമ്മുടെ ക്ഷേമത്തിനും ഭൂമിയിലെ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ജനിച്ചിരിക്കുന്നത്. മഹാദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും സതീദേവിക്ക് അതിലത്ര ബോധ്യം വന്നില്ല. സതീദേവി തന്റെ ഉത്തരത്തിൽ തൃപ്തയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാദേവൻ തന്നെ പറഞ്ഞു, നിനക്ക് സംശയമുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. സതീദേവി പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. സീതാദേവിയുടെ രൂപത്തിൽ സതീ മാതാവ് ശ്രീരാമന്റെ മുന്നിൽ ചെല്ലുകയാണ്. ശ്രീരാമൻ സതീദേവിയെ കണ്ട മാത്രം ചോദിച്ചു, സതീ മാതാവേ, അങ്ങ് എന്താണ് ഇവിടെ? മഹാദേവൻ എവിടെ? ദേവി എന്തിനാണ് ഈ രൂപം ധരിച്ചിരിക്കുന്നത്? അവിടെ സതീദേവി അത്ഭുതപ്പെട്ടു. ശ്രീരാമൻ മഹാവിഷ്ണു തന്നെയെന്ന് സതീദേവിക്ക് ബോധ്യമായി. ഉണ്ടായ കാര്യമെല്ലാം ശ്രീരാമനോട് ഉണർത്തിച്ച ശേഷം സതീദേവി അവിടെ നിന്ന് മഹാദേവന്റെ അടുത്ത് തിരികെ എത്തി. മഹാദേവന്റെ വാക്കിൽ അവിശ്വാസം പ്രകടിപ്പിച്ചതും ഭഗവാൻ പറയുന്നതിൽ തൃപ്തിയാകാതെ പരീക്ഷണത്തിന് ഇറങ്ങിയതിലും ദേവിക്ക് അതിയായ സങ്കടം തോന്നി. തന്റെ വാക്കിൽ അവിശ്വാസം പ്രകടിപ്പിച്ചാൽ അവളെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും എന്ന വാക്ക് മഹാദേവൻ ഓർത്തിരുന്നെങ്കിലും കൈലാസത്തിൽ എത്തിയ ശേഷം മഹാദേവൻ പിന്നീട് ദീർഘമായ തപസ്സിൽ മുഴുകുകയാണ്.